അപ്പോൾ നമ്മൾ ആദ്യം ആക്കുന്നത് ഇതിപ്പോൾ എല്ലുപൊടി, ഇതാ ഈ കാണുന്നത് എല്ലുപൊടിയാണ്. എല്ലുപൊടി 1/2 കിലോ എല്ലുപൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. 1/2 കിലോ വേണമെന്നില്ല, ഒരു 300 ഗ്രാം എല്ലുപൊടി ഉണ്ടായാലും തിരക്കില്ല. അപ്പോൾ നമ്മൾ 1/2 കിലോ എല്ലുപൊടി എടുത്തു. അതുപോലെ ഇതിൻ്റെ അടിയിൽ കണ്ട ഇത് ആട്ടുംകാട്ടാണ്. ആട്ടുംകാട്ടെന്ന് പറഞ്ഞാൽ നല്ല തണുത്ത ആട്ടുംകാട്ടം, ചൂടൊന്നുമില്ല, മുമ്പേ വാരി വെച്ചിട്ട് ചൂടെല്ലാം പോയ ആട്ടുംകാട്ടം. ഈ ആട്ടുംകാട്ടം ഒരു 1/2 കിലോ ആട്ടുംകാട്ടും 1/2 കിലോ എല്ലുപൊടിയും ചേർത്തിട്ടാണ് നമ്മൾ തൈ കാണിക്കാം. ഇതാണ് നമ്മൾ തൈ. ഈ തൈ സ്വർണ്ണമംഗള ഇനത്തിൽപ്പെട്ട തൈയാണ്. ഇത് അടക്ക കൊണ്ടുവന്നിട്ട് പാകിയിട്ട് നമ്മൾ ഉണ്ടാക്കി. മുമ്പത്തെ അടക്ക പാകുന്നതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ മുമ്പ് കണ്ടിട്ടുണ്ടാവും എല്ലാവരും. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ വർഷത്തെ തൈയാണ്, ഏകദേശം 1 വർഷമായി. അപ്പോൾ ഈ തൈയാണ് നടുന്നത്. അപ്പോൾ ഈ തൈ നടുന്നതിന് മുമ്പ് ഈ നേരത്തെ നമ്മൾ പോയിട്ട് എല്ലുപൊടി, ഈ എല്ലുപൊടിയും ഈ ആട്ടുംകാട്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി. ഇതിനകത്തിപ്പോൾ കല്ലൊക്കെ ഉണ്ടാവും. ഇത് ഇതിൻ്റെ പുളിപ്പ് രസം മാറാൻ വേണ്ടി കുമ്മായൊക്കെ മുമ്പേ നമ്മൾ ഇട്ട് വെച്ചതാണ്. കുണ്ടിനകത്ത് മുമ്പേ ഇട്ട് വെച്ചിന്. അതിന് ശേഷം ഇപ്പോൾ കുഴിയെടുത്തത്. അപ്പോൾ അങ്ങനെ ഈ ഇതിലുള്ള വേരും കാട്ടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതെല്ലാം എടുത്ത് കളയണം. എന്നിട്ട് ഈ മണ്ണ് നല്ലപോലെ ഇങ്ങനെ മിക്സാക്കുക. അങ്ങനെ മിക്സാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ സൈഡിലേക്ക് വെക്കാം. സൈഡിലേക്ക് വെക്കുന്നതിനാൽ ഇതിൻ്റെ നമ്മൾ ആദ്യം ഈ തൈക്ക് വേരിന് നമുക്ക് മൂടുമ്പോൾ ഈ എല്ലുപൊടിയും ചാണകപ്പൊടിയും അല്ലെങ്കിൽ ഈ ആട്ടുംകാട്ടൊക്കെ മിക്സാക്കിയത് ആദ്യം കിട്ടണം. അതിനുവേണ്ടി ഇങ്ങനെ കരക്കേക്ക് വെക്കാമോ. കരക്കി വെച്ച ശേഷം ഈ കൊട്ട ഞാൻ വല്ല പൊട്ടിക്കാം. ഇത് കത്തിയോ ബ്ലേഡോ എന്തെങ്കിലും ഉപയോഗിച്ച് പൊട്ടിക്കാം. കൈ കൊണ്ട് കിട്ടുമെങ്കിൽ കൈ കൊണ്ട് പൊട്ടിക്കാം. അതങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ പൊട്ടിക്കാം. ഇത് ഈ മണ്ണൊന്നും കൂടുതൽ പോകാതെ നമ്മളിങ്ങനെ ഇതിനെ ഊരിയെടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് ഈ തൈനെ പ്ലാസ്റ്റിക് എപ്പോഴും കളയണം. ചിലപ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ കളയാൻ മറന്നു പോകും ചില ആൾക്കാർക്ക്. അങ്ങനെ വെക്കാം. അത് വെച്ചിട്ട് ആദ്യം നമ്മൾ നേരത്തെ ഈ മിക്സാക്കിയ സൈഡിലിട്ട് മണ്ണില്ലേ, ഈ മണ്ണ് ആദ്യം ഇതിൻ്റെ, അപ്പോൾ ഇത് വേരിനൊക്കെ മൊത്തം ഇത് നമ്മളെ എല്ലുപൊടിയും ചാണകപ്പൊടിയിൽ മണ്ണ് കിട്ടി. അപ്പോൾ ഇങ്ങനെ മണ്ണ് ഇങ്ങനെ ലെവലാക്കാം. അങ്ങനെ ശേഷം തൈ സ്ട്രൈറ്റ് വെച്ച് നല്ലപോലെ ചവിട്ടി ഉറപ്പിക്കാം. ഈ മഴക്കാലത്ത് വെക്കുമ്പോൾ ഈ വെള്ളം ഇറങ്ങിയിട്ട് ചളി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നല്ലപോലെ ചെരുപ്പൊന്നും ഇടാണ്ട് നല്ലപോലെ ഇങ്ങനെ ചവിട്ടി ഉറപ്പിക്കാം. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഇറങ്ങില്ല. അതിന് ശേഷം ഇതിനകത്ത് ബാക്കി വരുന്ന മണ്ണ് ബാക്കി അമർക്കാം. ഇങ്ങനെ ഇതുണ്ടോ, ഇങ്ങനെ ഇത് നല്ലപോലെ ചവിട്ടി ഉറപ്പിക്കുക. തൈ നല്ലപോലെ നിരന്ന് വെക്കാം. അങ്ങനെയാണ് കവുങ്ങും തൈ നട്ടുള്ളത്. ഈ നട്ട കവുങ്ങിൻ്റെ പേര് സ്വർണ്ണമംഗളമാണ്. നമ്മുടെ നാടിനെക്കാട്ടി മറ്റുള്ള ഇനങ്ങളെക്കാളും നല്ല വരുമാനം കിട്ടുന്ന തൈയാണ് സ്വർണ്ണമംഗള. ഇത് തോല് വെക്കുന്നതാണ്. നമ്മൾ ഇതുപോലെ തൈ നട്ട് കഴിഞ്ഞാൽ മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും ഇതുപോലെ തോല് നിർബന്ധമായിട്ട് വെക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചളി കെട്ടും. ഇതിന് മഴക്കാലത്ത് വെള്ളം നിൽക്കില്ലേ, വെള്ളം നിൽക്കുമ്പോൾ ചളി കെട്ടും. ചളി കെട്ടുമ്പോൾ ഇത് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. എത്ര വാർച്ചയില്ല സ്ഥലമാണെങ്കിലും മഴക്കാലത്ത് എന്തായാലും കുഴിയായതുകൊണ്ട് വെള്ളം നിൽക്കും. അപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇവിടെ നമുക്ക് കൂടുതൽ നമ്മളെ വേലിക്കൊക്കെ ഇതുപോലെ സീമക്കൊന്ന ഇല്ലതുകൊണ്ട് ഈ സീമക്കൊന്ന മൊത്തം ഇതെല്ലാം സീമക്കൊന്നയാണ്. ഈ സീമക്കൊന്ന ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ സീമക്കൊന്നയാണ് നമ്മൾ ഇതിനകത്ത് ഇടുന്നുള്ളത്. ഇത് രണ്ടെല്ലാം സീമക്കൊന്ന ഇടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയാണ് കവുങ്ങിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ കവുങ്ങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. ജലം അല്ല വെള്ളം ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ നമുക്ക് കവുങ്ങ് കൃഷി നടത്താം. 1 കിലോ അടക്കക്ക് ഇന്നത്തെ മാർക്കറ്റ് വിലയിൽ 450 മുതൽ 500 രൂപ വരെ ഇന്നുണ്ട്. അപ്പോൾ എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഇനം തൈ വേണം തിരഞ്ഞെടുക്കാൻ. അതുപോലെ തന്നെ കൃത്യമായിട്ട് പരിപാലിക്കുകയാണെങ്കിൽ ഏകദേശം 3 വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 4ാമത്തെ വർഷം നമുക്ക് ഇതിൽ നിന്ന് വരുമാനം ലഭിച്ചു തുടങ്ങും. അപ്പോൾ കൃഷിയെ ഇഷ്ടപ്പെടുന്ന കർഷകർ കവുങ്ങ് കൃഷി സ്ഥലമുണ്ടെങ്കിൽ കവുങ്ങ് കൃഷി നടത്തി നമ്മുടെ ആദായം നമുക്ക് വർദ്ധിപ്പിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ തയ്യ് വേണമെങ്കിലോ അല്ലെങ്കിൽ അടക്ക വേണമെങ്കിലോ ഒക്കെ നമ്മളായിട്ട് ബന്ധപ്പെടാം. ഇതിനകത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, സാധനം എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നന്ദി, നമസ്കാരം.